അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ സമ്പാദിക്കുകയും അധ്വാനിക്കുകയും സമ്പാദിക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരിമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് ദുർവ്യയം അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് വീട്ടിലമ്മമാരാണ്. മാമൂലുകളുടെ പട്ടിക ഇങ്ങോട്ട് ഇറക്കിയിട്ട് പല പ്രവാസികളും പ്രത്യേകിച്ച് അവര് ജീവിക്കുന്നതിനെ കടം വീട്ടാൻ വേണ്ടിയാണ്. ഗൾഫ് പോകുമ്പോൾ തുടങ്ങണതാണ് ഈ കടം, പോകാൻ വേണ്ടിയുള്ള കടം. പിന്നെ അവിടുന്ന് അത് വീട്ടി 2 കൊല്ലാകുമ്പോഴേക്ക് അതിങ്ങനെ വീടി വെക്കുക. ഈ 2 കൊല്ലം കഴിഞ്ഞ് ഇങ്ങനെ നാട്ടിൽ പോതക്കുക. അങ്ങനെ അവര് നാട്ടിൽ പോരാൻ വേണ്ടി അവിടുന്ന് കടം വാങ്ങും. പിന്നെ ഇവിടെ എങ്ങനെയോ 2 മാസം നിന്ന് തിരിച്ചങ്ങോട്ട് പോയി പിന്നെ ആ കടം വീട്ടല പിന്നത്തെ പണി. അതിൻ്റെ ഇടക്ക് ഇവിടെ ഒരുപാട് ആവശ്യങ്ങൾ. ഏളാമൻ്റെ മോളെ കെട്ടിച്ചെടുത്ത അയലകത്തെ കല്യാണം ഉണ്ട്, അവിടേക്ക് ഒരു കട്ടിൽ കൊടുക്കണം. അതിൻ്റെ അപ്പുറത്ത് വേറൊരു പുരയ കൂടലുണ്ട്, അവിടെ വേറെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞ് ഇവർ കടം വാങ്ങാക്ക അവസാനം ചോരും നീരും വറ്റി നാട്ടിലെത്തിയാൽ അവരൊരു ഭാരമായി മാറും. ഇങ്ങനെയുള്ള ദുർവ്യയം നമ്മൾ ചെയ്യരുത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഭാര്യമാരെ ലക്ഷണം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞത് കാണാം. വനസഹത്തുഹു ഫീ നഫ്സിഹാ വഫീ മാലിഹി വവലദിഹി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഭാര്യമാരുടെ ലക്ഷണം, അവളുടെ ശരീരത്തിന്റെ കാര്യത്തിൽ അവൾ ഭർത്താവിനോട് ഗുണകാംക്ഷയുള്ളവളാകും. മറ്റുള്ളവരെ മുമ്പിൽ അതിനെ പ്രദർശിപ്പിക്കുകയോ സമർപ്പിക്കുകയോ ചെയ്യില്ല. അതോടൊപ്പം തന്നെ വഫീ മാലിഹി, ഭർത്താവിന്റെ സമ്പത്തിൽ ഗുണകാംക്ഷയുള്ളവളാകും. അതാ നല്ല ഭാര്യയുടെ ലക്ഷ്യം. ഈ ഭർത്താവിന്റെ യൗവനം എന്നും മരുഭൂമിയിൽ ഹോമിക്കപ്പെടാനുള്ളതല്ല, അത് നിങ്ങൾക്ക് കൂടി അനുഭവിക്കാനും ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നാട്ടിലൊന്ന് സെറ്റാവാൻ ആവശ്യമുള്ള സമ്പാദ്യമായിട്ട് തിരിച്ചെത്തണം. അതിനൊന്ന് ചെലവൊക്കെ കുറച്ച് നാട്ടിലെന്തെങ്കിലും ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങളും കൂടെ ആലോചിക്കണം. അവരോട് ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുകയും വേണം, നിങ്ങൾ കാലാകാലം അവിടെ നിന്നാ പറ്റൂല, നിങ്ങൾ നാട്ടിക്ക് വരണം. അതിനുവേണ്ടി സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം മാറ്റിവെക്കണം. ആ ഒരു ഗുണകാംക്ഷ അവരോട് കാണിക്കണം ഉമ്മമാര്. അപ്പോൾ മാത്രമേ ഈ അധ്വാനിക്കുന്നതിന്റെ ഫലം നമ്മളെ തലമുറക്ക് അനുഭവിക്കാൻ പറ്റൂ. അല്ലാതെ നമ്മൾ ധൂർത്തും ദുർവ്യയവും നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളും ദുരാചാരങ്ങളും ഇതിനൊക്കെ വേണ്ടി പണം ദുർവ്യയം ചെയ്താൽ ഒരിക്കലും പടച്ച റബ്ബ് നമ്മളോട് പൊറുക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തിൽ കാണുന്ന തെറ്റുകളാണത്. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സമ്പാദ്യശീലത്തോടുകൂടെ അധ്വാനിക്കുക.